ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. ഒത്തിരി നല്ല ഇമേജും ഉണ്ട്, കുറച്ചൊക്കെ വെറും എന്നുള്ള ഒരു ഇമേജും ഉണ്ട്. സത്യമാണത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നല്ല ഇമേജൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ കുറേയൊക്കെ വളരെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റാരും ചെയ്യാത്ത കുറേ പരിഷ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നും. എവിടെയോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ വായിച്ചു, അദ്ദേഹത്തിന്റെ മണ്ഡലം വഴി എന്നും 4:30 എപ്പോഴൊക്കെ ജീപ്പയിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കും. പക്ഷെ പുറത്തിറങ്ങിയൊരു ഹോട്ടലിൽ നിന്നൊന്നും ചായ പോലും കുടിക്കത്തില്ല. അങ്ങനെയൊക്കെയാണെന്നൊക്കെ കേട്ട് അങ്ങനെ കുറെ ആദർശങ്ങളുടെ ഇതുമൊക്കെ. പക്ഷേ ഇന്നൊരു ഇന്റർവ്യൂ കാണാനിടയായി. ഇല്ലേലും നമുക്കറിയാം രാഷ്ട്രീയക്കാരെ. ഗണേഷ് കുമാറിന്റെ സ്വന്തം പെങ്ങളായ ഉഷ ഇരുന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പറയുമ്പോൾ നമ്മള് ദിലീപും ഗണേഷ് കുമാറും വളരെ സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ വളരെ സുഹൃത്ത് ബന്ധമായതുകൊണ്ട് തന്നെ ദിലീപ് ഗണേഷ് കുമാറായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അതിൻ്റെ അത് നമുക്കറിയാലോ. അതിൻ്റെ അകത്ത് നമുക്ക് ഗണേഷ് കുമാർ വളരെ നല്ല ആളായിട്ടാണ് ദിലീപ് അതിൻ്റെ അകത്ത് അവതരിപ്പിച്ച് വിട്ടിരിക്കുന്നത്. പക്ഷെ പിന്നീട് യാമിനി തങ്കച്ചി ആയിട്ടുള്ള വിഷയങ്ങളും സ്ത്രീ വിഷയങ്ങളും സരിതാ പ്രശ്നങ്ങളും ഇതൊക്കെ വെച്ച് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും എല്ലാം കേൾക്കാറുണ്ട്. അപ്പൊ ഇപ്പം ഉമ്മൻചാണ്ടിയെ വരെ പെടുത്തിയതിൻ്റെ അകത്ത് പുള്ളിക്ക് നല്ലൊരു പങ്കുണ്ട് എന്നുള്ളത് ഇന്ന് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ ലൈംഗിക അതിക്രമ കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്ന സുധീർ മലയിന്റെ മൊഴി. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്ന സുധീർ മലയിലാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. അപ്പൊ ഇന്ന് പെങ്ങളുടെ മൊഴി, പെങ്ങള് മലയാളി വാർത്തയ്ക്കകത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. വർക്ക് ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ ശ്രീമതി ഉഷ മോഹൻദാസിനെ വളരെ തേജോവധം ചെയ്തുകൊണ്ട് റീൽസുകൾ, പ്രതികരണങ്ങൾ, അങ്ങനെ വളരെ വേദന തോന്നിയിട്ടില്ല. അത് വാസ്തവത്തിൽ സമൂഹം അങ്ങനെ വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഞാൻ പ്രതികരിക്കുന്നില്ലല്ലോ. ഇന്ന് തന്നെ ഇപ്പൊ ഈ ഇന്റർവ്യൂ നിവൃത്തിയില്ല. ഇന്നലെ വേറൊരു ചാനലിൽ അദ്ദേഹം വളരെ തെറ്റായി എന്നെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പലരും എന്നെ വിളിച്ചു, എന്താ മിണ്ടാതിരിക്കുന്നത്, മറുപടി പറയാനില്ലേ, എന്തെങ്കിലും പറയൂ. പല ചാനൽ, ഈവൻ കേസിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ പോലും ഒരുപാട് ചാനലിൽ തന്നെ കോൺടാക്ട് ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇത് കോടതിയിൽ ഇരിക്കുന്ന വിഷയം, ഇപ്പൊ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒഴിവാകുമായിരുന്നു. കാരണം കുടുംബത്തിനകത്തെ കാര്യങ്ങൾ അധികം പുറത്തോട്ട് കൊണ്ടുവരണ്ട എന്നുള്ള താല്പര്യത്തില്ല ആയിരുന്നു ആ ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നി കുറച്ച് മറുപടി പറഞ്ഞില്ല എങ്കിൽ ഞാൻ മോശമാവും. ഒരു കാലഘട്ടം വളരെ തെറ്റായി അങ്ങനെ മുദ്രകുന്നു. മറുവശത്ത് അവസാന കാലഘട്ടത്തിൽ ബാലകൃഷ്ണപിള്ള എന്ന അച്ഛനൊപ്പം ഗണേഷ് കുമാർ ചേർന്ന് നിൽക്കുന്നത് അത് എന്തിനായിരുന്നു? സ്വത്ത് മോഹം എന്തിനാണെന്ന് ഇപ്പൊ വ്യക്തമായല്ലോ എല്ലാവർക്കും. അതുവരെ അച്ഛൻ 2013 ഒരു 13-ലും 16-ലും വിൽപത്രം എഴുതി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിൽ സീൽഡ് ആയിട്ട് സൂക്ഷിച്ചിരുന്നു. ആ വിൽപത്രത്തിൽ അച്ഛൻ മാന്യമായ രീതിയിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾക്ക് കോപ്പി തരികയും ചെയ്തു. ഞങ്ങളോട് വിവരങ്ങൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതിനകത്ത് അത് അദ്ദേഹത്തിന് ഞങ്ങളെ അറിയിച്ചില്ലെങ്കിലും വിവരങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അതിനകത്തൊരു വിഷയം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, അത് എനിക്കും എന്റെ അനുജത്തിക്കും ഗണേശന്റെ 2 മക്കൾക്കുമായിട്ടാണ് അച്ഛൻ ആ വിൽപത്രം ഗണേശനെ പരാമർശിക്കുന്നത്. അതിനകത്തൊരു വിഷയമുണ്ട്. ഗണേശൻ രണ്ടാമത്തെ വിവാഹം കഴിച്ച അറിയാലോ. വിവാഹം കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സകല സ്വത്തുക്കൾ അച്ഛൻ കൊടുത്തതും അയാൾ ഉണ്ടാക്കിയതുമായ എല്ലാ സ്വത്തുക്കളും ആ പുതിയ ഭാര്യയുടെ പേരിലായിട്ട് എഴുതി മാറ്റി. ഇപ്പോഴത്തെ ഭാര്യ എഴുതി മാറ്റി. അത് അച്ഛനെ നൊമ്പരപ്പെടുത്തുന്നത്. കാരണം ഗണേശന്റെ മക്കൾക്ക് ഒന്നും അതിൽ വെച്ചിട്ടില്ല. അവർക്കൊരു വേറൊരു മകനും ഉണ്ട്. അപ്പൊ അവകാശം നാച്ചുറലി അവരാവുമല്ലോ. അപ്പൊ അച്ഛൻ അത് വലിയ വേദനയായിരുന്നു. അതെന്താണ് അങ്ങനെ വെക്കാൻ കാരണം? യാമിനിയുടെ മക്കൾക്കൊന്നും കിട്ടണ്ട എന്നാണോ? അന്നങ്ങനെ പിന്നെ കൊടുക്കാമെന്നുള്ള വിചാരിച്ചായിരിക്കും. ഇപ്പം മക്കളെ കൂടെ ഉണ്ട്. വല്ലപ്പോഴും ഒക്കെ വരെയും കാണാൻ കൊടുക്കുക. തീർച്ചയായിട്ടും മക്കൾക്കല്ലേ കിട്ടുള്ളൂ, വേറെ കുട്ടികളില്ലല്ലോ. പക്ഷെ അന്നത്തെ ആ കണ്ടീഷനിൽ അച്ഛന് കുറച്ച് ദേഷ്യം തോന്നി. അച്ഛൻ അന്ന് പറയുമായിരുന്നു, ഒരു 6 അടി മണ്ണ് പോലും അവനില്ലല്ലോ എന്ന് പറയുമായിരുന്നു എപ്പോഴും. പക്ഷെ അത് പിന്നെ തിരുത്തി എന്നൊക്കെ കുറച്ചൊക്കെ തിരുത്തി എന്ന് കേൾക്കുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി, ഒരു രാഷ്ട്രീയക്കാരൻ, അങ്ങനെ ഒരു ബുദ്ധിമാനായ വ്യക്തിയെ കബളിപ്പിക്കാൻ കഴിയുമോ ഗണേഷ് കുമാറിന്? തീരെ ആവശ്യതയായിരുന്നു അച്ഛന്. വായിക്കാൻ വയ്യ. അപ്പം ഇപ്പം ഈയിടെ എല്ലായിടത്തും അയാൾ പറയാനുണ്ട്. കഴിഞ്ഞ ചാനലിലും പറയുന്നുണ്ടായിരുന്നു, ഒരു അനുകൂലമായിട്ട് ഒരു വിധിയും വന്നിട്ടില്ല. സിവിൽ കേസ് ഇപ്പൊ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ജസ്റ്റ് മൊഴി പോലും എടുത്തിട്ടില്ല. നെക്സ്റ്റ് വീക്ക് മൊഴി എടുക്കാനായിട്ടുള്ള ഫോറൻസിക്. അത് ഒരു കോടതിയിൽ ഒരു സിവിൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോറൻസിക്കിനേക്ക്. അത് എല്ലാ കേസിനും അങ്ങനെയാണ്. അത് ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഒരു മൂവ്മെന്റ് ഒന്നും അല്ല. അപ്പൊ ഫോറൻസിക്കിന് പോയി. ഈ ഫോറൻസിക് കഴിഞ്ഞ് അച്ഛൻ ഒപ്പിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അച്ഛനെ 1 വർഷമായി, ഈ മരിക്കുന്നതിന് 1 വർഷമായി അച്ഛൻ ഒപ്പിടാൻ പറ്റില്ല. ഈ പാർക്കിൻസോൺസിന്റെ അസുഖം ഉള്ളതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റത്തില്ല, കൈവിറയലുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മനോജ് പൊന്നച്ചൻ, അയാളായിരുന്നു അവിടുത്തെ ഭരണം.
അയാൾ കൈപിടിച്ചാണ് ഒരു വർഷമായിട്ട് സകല ചെക്ക് ബുക്കുകളും സകല പേപ്പേഴ്സും സകലതും ഒപ്പിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു വിൽപ്പത്രം ഒപ്പിടാൻ ഒരു പ്രയാസമില്ല. ഉണ്ടോ? അപ്പൊ ഇതൊരു വലിയ തട്ടിപ്പാട് നടന്നു. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. തട്ടിപ്പല്ല, അത് ക്രൂരത. കാരണം എന്നെ ഒഴിവാക്കിക്കൊണ്ടാണ്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് ഒരുപാട് കൊടുത്തു എന്ന്. കുറച്ച് ഓർണമെന്റ്സ് മക്കളെ കല്യാണം കഴിപ്പിച്ച് തിരുവനന്തപുരത്ത് വിടാതെ അതാ ഒരു പെൺമക്കൊക്കെ ചെയ്യുന്ന അത്ര വലിയ സംഭവമാണോ? അങ്ങനെ നോക്കാൻ ഗണേശൻ അതുപോലെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ സഹോദരിക്ക് കിട്ടേണ്ട ന്യായമായ സ്വത്തുക്കൾ തട്ടിയെടുത്ത ഒരാളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഒരു മന്ത്രിയായിട്ടിരിക്കുന്നത്. സത്യമല്ലേ? എനിക്കത് റെക്കോർഡുണ്ടല്ലോ. ഇതൊക്കെ കോടതിയിൽ വന്ന് നിങ്ങൾ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ അറിയാലോ, ഇത് ഞാൻ പറയുന്ന കള്ളമാണോ, ഞാൻ ഇരുന്ന് കള്ളം പറയുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതിന് റെക്കോർഡ്സ് ഉണ്ടല്ലോ, പേപ്പേഴ്സ് എടുക്കാം. പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ ടീമിൽ ഗണേഷ് കുമാർ മന്ത്രിയാകും എന്നുള്ള ഒരു പൊതുപ്രതീതി ഉണ്ടായിരുന്നു. അന്ന് കേട്ട വാർത്ത ശ്രീമതി ഉഷ മോഹൻദാസ് മുഖ്യമന്ത്രിയെ കണ്ട് ചില പരിഭവം പറഞ്ഞു. അല്ല, പരിഭവമല്ല, ഞാൻ കണ്ടിരുന്നു എന്നുള്ള വാസ്തവമാണ്. കാരണം ഈ വിൽപത്രം അച്ഛൻ മരിച്ച് പുറത്തു വന്നപ്പോൾ ശരിക്കും ഞാൻ ഷോക്ക്ഡായി. കാരണം 3 മക്കളുള്ള ഒരു അച്ഛൻ എല്ലാ സ്വത്തുക്കളും 2 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുന്നു. എന്റെ അമ്മയുടെ പേരിലുള്ള 2016 അമ്മ ഞങ്ങൾക്ക് വിൽപത്രം എഴുതിയത് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് എന്റെ പേരിൽ. അത് എനിക്കും അനിയത്തിക്കും ഗണേശനും അമ്മയുടെ വീതം കൊടുത്തതാണ്. അത് ഇതിനകത്ത് കൊണ്ടുവന്ന് ആഡ് ചെയ്ത് എന്നെയും കൂടെ അങ്ങനെ ആക്കിയിരിക്കും. അല്ലാതെ അച്ഛന് ഈ കോടിക്കണക്കിന് സ്വത്തും എത്രയോ 36 പിന്നെ സ്വത്തുക്കൾ ഗണേശനും 15ഓളം എന്താ പറയുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള 30 സിസ്റ്ററിനും എനിക്ക് 0. ഞാൻ പ്രതികരിക്കണ്ടേ? ഈ ഗണേഷ് കുമാറിന് ഒരു 36 ഇടങ്ങളിലായിട്ട് എത്ര കോടി രൂപയുടെ സ്വത്തുണ്ടാവും? അത് കണക്കില്ല. സ്കൂള്, വീട്. ഇന്നലെ ആ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു 1000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു വീട്ടിലെ പത്തനാപുരത്ത് 10-15 വീടുള്ള ആളാണ്. ചെന്നൈ വീട്, പിന്നെ ദുബായില് ആഡംബര വില്ല, ഫ്ലാറ്റോ ഇല്ല എന്തോ, പിന്നെ എവിടൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ചെന്നൈയിലെ, ട്രിവാൻഡ്രത്ത്, പാളകത്ത്, പിന്നെ മാലൂർ, അങ്ങനെ 10-12 വീടുള്ള ആളാണ്. ഇത്രയും സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ലോകത്തിന്റെ പിന്നെ എവിടെയാണ് വിദേശത്ത് സ്വത്തുക്കൾ. എനിക്ക് ഈ തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് കഴിഞ്ഞ് 1 സെന്റെങ്കിലും എന്റെയോ എന്റെ ഭർത്താവിന്റെയോ എന്റെ മക്കളുടെയോ പേരിൽ ഉണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കാമെങ്കിൽ അത് ഞാൻ അവർക്ക് വെറുതെ എഴുതി കൊടുക്കണം. ഇല്ല. വിൽപത്രം മാനിപ്പുലേറ്റ് ചെയ്തു എന്നങ്ങ് വിശ്വസിക്കുമ്പോൾ മറുവശത്ത് ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം. അപ്പോൾ ഈ വിൽപത്രം തിരുത്തുക, ഇത്തരം തട്ടിപ്പുകൾ നടത്തുക, അതൊക്കെ ഒരു ശീലമാക്കിയ വ്യക്തിയാണ്. നമ്മൾ കണ്ട അനുഭവമല്ലേ? അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ചാനലുകളിലും പേപ്പറുകളിലും എല്ലാം വന്നിറക്കുള്ള ശ്രീവിദ്യയുടെ സ്വത്തുക്കളൊക്കെ എവിടെ പോയി? പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ തിരുത്തിയെന്ന് പറഞ്ഞ കൊട്ടാരക്കര കോടതിയിൽ കേസുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ശ്രീവിദ്യയുടെ വായിൽ സ്വർണ്ണക്കരടിയായിട്ട് ജനിക്കാന്ന് പറയുന്ന പോലെ ജനിച്ചവരല്ലേ. ജനിച്ചപ്പോഴേ മന്ത്രിയുടെ പുത്രനായിട്ട് ജനിച്ച് ആനയൊക്കെയുള്ള അത്രയേറെ സ്വത്തുകളൊക്കെയുള്ള ഒരു വീട്ടിൽ ജനിച്ച് ഇളയ സന്താനമായിട്ട് ഈ പറയുന്ന ഇന്റർവ്യൂ കൊടുക്കുന്ന ഇവര് ഉഷ മോഹൻദാസ് IAS കാരനാണ് അവരുടെ ഹസ്ബൻഡ്. അവരെടുത്തോണ്ട് നടന്ന് വളർത്തിയ ആളാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അനിയനാണേലും അത്രയും ഏജ് ഗ്യാപ്പ് ഉണ്ട്, അതുപോലെ വളർത്തിക്കൊണ്ട് വന്നാണ്. അവസാനം സ്വത്തിന്റെ കാര്യം വരുമ്പോൾ ചെയ്യുന്ന ചെയ്ത് കണ്ടോ, ഇവർക്ക് പേര് എഴുതി ഇവരുടെ അച്ഛന്റെ അച്ഛൻ വരെ ഇവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ എഴുതിയ വീടൊക്കെ അച്ഛന് ഒപ്പിടാൻ മേലാതെ തളർവാദം പോലെ കിടക്കുന്ന സമയത്ത് അതെല്ലാം വിരലടയാളം വെച്ച് സ്വന്തമാക്കി. എന്നിട്ട് 16 മരിച്ചു കഴിഞ്ഞപ്പം 16-ന് അന്ന് അവരവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങുകയാണ് ചെയ്തത്. കണ്ണീര് വാരി എറിഞ്ഞ് ഇറങ്ങുന്ന പോലെ ഇറങ്ങി, ഇറക്കി വിട്ട പോലെ ഇറങ്ങി. അത് കഴിഞ്ഞ് അസ്ഥി ഒഴുക്കുക എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അതിന് ഇവരെ വിളിച്ചില്ല. എന്നാൽ ഇവരോട് പണ്ട് അച്ഛൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ മനയും കൂട്ടി വേറെ എവിടെയൊക്കെയോ പോയി അതൊക്കെ ആ പൂജയൊക്കെ ചെയ്തു. എന്നാലും അതിനും ഇവരെ ഒന്നും വിളിച്ചില്ല. ഇപ്പൊ അങ്ങോട്ട് ആ നാട്ടില്, സ്വന്തം ജനിച്ചു വളർന്ന നാട്ടില് ഈ ഉഷ മോഹൻദാസ് പോകാറില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു 5 സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയാനോ അവിടെ ആരുമില്ല, ഒരു വീടോ അങ്ങനെ ഒന്നുമില്ല. പറയുമ്പം ഗണേഷ് കുമാർ നമ്മൾ നോക്കുമ്പോൾ ശ്രീവിദ്യയുടെ സ്വത്ത് അടിച്ചു മാറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഗോസിപ്പായിരിക്കുമോ എന്ന് ഒരു വിചാരം ഉണ്ടായിരുന്നേ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. ഭർത്താവ് വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ്. ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പിന്നെ വളരെ സിമ്പിളായ രീതിയിൽ എന്റെ മക്കൾ രണ്ടുപേരും പഠിച്ച് മെറിറ്റിൽ, ഒരാൾ ഡോക്ടറും ഒരാൾ IAS മുഹമ്മദ് ബാദു. അത് പൈസ കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവർ അങ്ങനെ പഠിച്ചു വളർന്ന് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നു. അല്ല, ഒരു പരിധിയിൽ കൂടുതൽ ഈ പണമൊക്കെ എന്തിനെങ്കിലും ആവശ്യമില്ല. നമുക്കൊന്നും അതിന് വളരെ സിമ്പിൾ. സഹോദരിയെ, കൂടെയുള്ളവരെയും ഒക്കെ വഞ്ചിച്ച്, സഹപ്രവർത്തകരെ വഞ്ചിച്ച് എന്തിനാണ് ഈ പണം ഇങ്ങനെ പിടിച്ചു വാങ്ങുന്നത്? പണവും പ്രതാപവും ഉള്ളതുകൊണ്ടല്ലേ ഇന്ന് അദ്ദേഹത്തിന് എല്ലാം നടക്കുന്നത്. പണവും അദ്ദേഹത്തിന്റെ പൊസിഷനും അല്ലേ എല്ലാം നേടിക്കൊടുക്കുന്നത്. പണം കൊടുത്ത് സ്ഥാനം ഉറപ്പിച്ച് നിർത്തുക. അതെ, സംശയം. നമുക്കൊന്നും അങ്ങനെ കളയാനും പണമൊന്നുമില്ല. എല്ലാം ഈ യാമിനി തങ്കച്ചിയായിട്ടുള്ള പ്രശ്നമാണ് കേരളം മൊത്തം ചർച്ച ചെയ്താണല്ലോ. ഇവരുടെ ബഹളവും അടിയും കുസ്തിയും എല്ലാം ചർച്ച ചെയ്താണ്. ആ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഫാമിലിയും കൂടെ ഉൾപ്പെട്ട് ഷിബു ബേബി ജോണും എല്ലാവരും കൂടെ ഇടപെട്ട് ഇവരെ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊക്കെ വിളിച്ച് എല്ലാവരെയും കൂടെ എത്തിയിട്ട് ഒത്തുപോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ
ചർച്ച ചെയ്തിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ, അതായത് ഗണേഷ് കുമാറിന്റെ കൂടെ ഒത്തുപോകാൻ സാധിക്കില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കുള്ള ചെലവിനല്ലേ അങ്ങനെയുള്ള സാമ്പത്തികം മാത്രം ഒരു അച്ഛൻ എന്നുള്ള ഉത്തരവാദിത്വം ചെയ്താൽ മതി, കൂടെ ജീവിക്കുന്നില്ല എന്നന്ന് യാമിനി തങ്കച്ചി തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അന്ന് മധ്യസ്ഥനായിട്ട് നിന്ന് ഉമ്മൻചാണ്ടി ഉപകാരം ചെയ്യാനാണ് നോക്കിയത്, അല്ലാതെ ഗണേഷ് കുമാറിനെ ഉപദ്രവിക്കാനല്ല. പക്ഷെ ഗണേഷ് കുമാർ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കൊണ്ടായിരിക്കാം ഉമ്മൻചാണ്ടിക്കിട്ട് പണി കൊടുത്തത്. ഷിബു വിഭജനം എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ടി ബാലകൃഷ്ണൻ, അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു മീഡിയേഷന് പോയിക്കൊണ്ടിരുന്നത്. പോയി സംസാരിച്ചു, അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു ഇത് ഒത്തുതീർപ്പാക്കാൻ. പക്ഷെ നടന്നില്ല. യാമിനി വളരെ സ്ട്രോങ് ആയിട്ട് ഇനി ഈ ജീവിതം മടുത്തു എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുമായിരുന്നു. അപ്പം അവർ ചില ഡിമാൻഡ് വെച്ചു എന്നുള്ള ശരിയാ. കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, 2 കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികൾ, അവരെ 2 ആൺകുട്ടികൾ, അവരെ പഠിപ്പിക്കണം. യാമിനിക്ക് ആരുമില്ല, അപ്പോൾ അവരെ വളർത്തണം. അപ്പോൾ കുറച്ച് ക്യാഷും ഡിമാൻഡുകളും ഒക്കെ ചോദിച്ചു. അത് കൊടുക്കേണ്ട ഒരു റൈറ്റ് അല്ലേ, ഒരു അച്ഛന്റെ റൈറ്റ് അല്ലേ. അതാണ് പറഞ്ഞത്, എന്റെ പൈസ എല്ലാം തട്ടിപ്പറിച്ചു കൊടുത്ത് എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി. അതാണ് പറഞ്ഞത്. പക്ഷെ അതിൽ ഉമ്മൻചാണ്ടി എത്ര നിരപരാധിയാണ്. അദ്ദേഹം വളരെ നിരപരാധി. അദ്ദേഹമാണ് ഇത് ഒത്തുതീർപ്പാക്കാൻ രക്ഷിച്ചത്. ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ പിന്നീട് മന്ത്രിയാവാൻ കഴിയില്ല. മന്ത്രിയാവുന്നല്ല, ഇന്നും മത്സരിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് ശിക്ഷ കിട്ടിയത്. അപ്പൊ അദ്ദേഹം രക്ഷിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഒരിക്കലും തകർത്തില്ല കുടുംബം ഒത്തുതീർപ്പാകാൻ നോക്കി. അത് നടക്കുന്നില്ല. അത് ഭാര്യയും ഭർത്താവിന്റെയും ഇഷ്ടമല്ലേ. അപ്പൊ സഹായിച്ച ഓരോരുത്തരെയും പിന്നീട് ഉപദ്രവിക്കുന്ന ഒരു കാഴ്ച സ്വന്തം സഹോദരിയോട് ചെയ്യുന്നത് കൂടുതലാണ്. സ്വന്തം ഞാൻ കൂടെ പുറപ്പ് മൂത്ത ചേച്ചിയല്ലേ, ആ കോടതിയിലെ മീഡിയേഷൻ ടോക്കിലൊക്കെ എന്നോട് സംസാരിക്കുന്ന കേട്ട തകർന്നു. ഒരു അമ്മയെ പോലെ എടുത്തോണ്ട് നടന്ന് ആരോ വാരി കൊടുത്ത് വളർത്തിയ ഒരു ചേച്ചിയാണ്. എന്നോട് സംസാരിക്കുന്ന രീതി എത്ര കൾച്ചർ ഇല്ലാതെ, എത്ര ക്രൂരമായിട്ടാണ് സംസാരിക്കുന്നത്. മോശം, വളരെ മോശം. കേട്ടോ, ചീത്തയല്ല, അതിനേക്കാൾ മോശമായിട്ടാണ് സംസാരിച്ചത്. എനിക്കതിവിടെ പറയാൻ പറ്റത്തില്ല. മുന്നിൽ വെച്ചാണോ? എല്ലാവരും കേൾക്കാം. അഡ്വക്കേറ്റ്സ് അവർ പലരും ഇറങ്ങിപ്പോയി, ഇഷ്ടപ്പെടാതെ പലരും ഇറങ്ങി, പലരും മുഖം തിരിച്ചിരുന്നു. കേട്ട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഒരു ഇരട്ട മുഖമുണ്ടോ ഒരു അഭിനയിക്കുന്ന ഒരു പൊതു? ഈ പറയുന്നതൊന്നും ശരിയല്ല, ഈ ടി വിയിൽ കാണുന്ന ഒന്നും സത്യമല്ല, ശരിയല്ല. അത് ഞാൻ പറയാം. ഇരട്ട മുഖമോ എന്തോ അതൊന്നും എനിക്കറിയില്ല. ഈ പറയുന്ന ഇപ്പൊ തന്നെ ഉമ്മൻചാണ്ടിയുടെ കേസ് തന്നെ ഒരു ഉദാഹരണം എടുക്കാം. എന്റെ കേസ് എടുക്കാം. എനിക്ക് ഒരുപാട് തന്നു. ഒരു മകളെ അച്ഛൻ കല്യാണം കഴിപ്പിച്ചയക്കുന്നതാണോ ഒരുപാട് തന്നു? ഏതച്ഛനും ചെയ്യുന്നതല്ലേ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത്? കൊച്ചുമകളെ ഇപ്പൊ ചോദിക്കുന്ന കേട്ടോ, ഇരട്ട മുഖമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കാട്ടും ഉപരി ഇവരൊക്കെ ലൈഫിലാണ് അഭിനയം കാഴ്ചവെക്കുന്നത്. കാരണം ചില സമയത്ത് വന്ന് മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നും. അത്ര നല്ല കാര്യങ്ങളൊക്കെയാ പറയുക. പക്ഷെ ജീവിതത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായോ? ടോട്ടലി പറയുമ്പോൾ ഒരു വാക്കി പറയണ, ഈ കക്ഷിയെ ഉപകാരം ചെയ്തവരെ എല്ലാം ഉപദ്രവിക്കുക, സ്വത്തിന് ആർത്തി മൂലം സകല സംഭവം തട്ടിപ്പറിച്ചെടുക്കുക. ശ്രീവിദ്യയോടൊക്കെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? അല്ലെ ഉമ്മൻചാണ്ടി സാറ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അത് തിരിച്ചൊരു പണി കൊടുക്കുക. അതുപോലെ ഈ ഇപ്പൊ സഹോദരിയാണ്, അവരമ്മയുടെ സ്ഥാനമുള്ള സഹോദരിയാണ്. ആ സഹോദരിയെ ഉപ്പുചട്ടയില്ലാതെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഇറക്കി വിടുക. ഇവരുടെ ഹസ്ബൻഡിന് അങ്ങനെ സ്വത്തിനോടൊന്നും വലിയ ആഗ്രഹമില്ല. അവരുടെ വീട്ടിൽ വന്ന് ആദ്യം 23ാമത്തെ വയസ്സിൽ ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ വീട്ടിൽ വന്ന് കയറിയതാണ്. IAS കാരനല്ലേ. എന്നിട്ട് ഈ ആർ ബാലകൃഷ്ണ പിള്ളെ എല്ലായിടത്തും കൊണ്ടുപോവുകയും എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ എല്ലാം ചെയ്ത് ഒരു മകനെ പോലെ നിന്ന്, അന്ന് ഗണേഷ് കുമാർ തീരെ ചെറുതാണ്, അങ്ങനെ മൊത്തം കാര്യവും നോക്കി നടത്തിയിരുന്ന ഒരു മരുമകൻ എന്ന് പറയരുത്, മകനായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരുന്നത് നമ്മളാരും ഈ മരിക്കുമ്പോൾ ഇപ്പൊ വലിയ ആൾക്കാർ മരിച്ചപ്പോഴും പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ പോലെ 2 കൈയും താഴോട്ടിട്ട് കൊണ്ടുപോകണം ഡെഡ് ബോഡി എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അടുത്ത് നമ്മൾ വലിയ ആഡംബര കാറിലും ആഡംബര രാജാവിനെ പോലെ ജീവിച്ച ഒരാൾ മരിച്ചപ്പോഴും നമ്മൾ കണ്ടു മോർച്ചറിയിലും വെച്ച് കുറേ സമയം. അത് കഴിഞ്ഞ് എന്താണ് കൊണ്ട് എല്ലാവരെയും അടക്കുന്ന പോലെയൊക്കെ തന്നെയല്ലേ, ചുമ്മാ സാധാ സിമെന്റ് ഇട്ട് അതുപോലെ വലിയ കോടികളുടെ കാറയിലാണോ, ഒരു ആംബുലൻസിലല്ലേ? സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ ഇത്രയും ആർത്തിക്ക് വെട്ടിപ്പിടിക്കുന്നത് എന്തിനാണ് ഇവരൊക്കെ ഉള്ളപ്പോൾ? ഇല്ലാത്ത ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുക എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അതിനു വേണ്ടിയാണ് ജീവിക്കാൻ ഓടുന്നത്. അല്ലാതെ ഇപ്പൊ നാളെ മരിച്ചു പോകുമെന്ന് അറിയാലോ, എന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്ന കേട്ടാ അങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് ഇങ്ങോട്ട് തിരിച്ചു വെക്കാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്, ചെറുതായിട്ട് സാമ്പത്തികം ഇല്ലാത്തൊരു സാമ്പത്തികം ഉണ്ടാകണം. കാരണം അടുത്ത തലമുറയെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അവരുടെ അനുവാദം ഇല്ലാതെയാണ്. അപ്പൊ അവർക്ക് കഴിഞ്ഞു പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വേണം. പക്ഷെ എല്ലാ വ്യക്തിബന്ധങ്ങളും രക്തബന്ധങ്ങളും എല്ലാം മറന്ന് പണത്തിന്റെ പുറകെ നെട്ടോട്ടോടി വെട്ടിപ്പിടിച്ച് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ കൊണ്ടുപോകുമൊന്നുമില്ല. അങ്ങനെ ന്യായമല്ലാത്തൊക്കെ മേടിച്ചെടുത്തിട്ട് ഇവിടെ തന്നെ എല്ലാം തീർത്തിട്ടേ പോവുള്ളൂ. കിട്ടാനുള്ള കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കും ആരാണെങ്കിലും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.